നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പുതിയൊരു നിർദ്ദേശം വന്നിരിക്കുകയാണ്. അതായത് നവകേരള ദിവസം ഇറച്ചിക്കടകൾ മൂടിയിടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പോലീസ് നിർദ്ദേശം നൽകിയത് കായംകുളത്തെ കടകൾക്കാണ്. പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്ത് വരുന്നുണ്ട്. കച്ചവടം മുടക്കരുത് എന്ന ആവശ്യവുമായി അവർ രംഗത്ത് വരികയാണ്. എന്തായാലും ഇത്തരത്തിലൊരു വ്യത്യസ്തമായൊരു നിർദ്ദേശം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അതേസമയം കൊല്ലം കുന്നത്തൂർ മണ്ഡലത്തിലെ നവകേരള സദസ്സിനായി ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രം വക മൈതാനം വേദിയാക്കുന്നതിനെതിരായ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ഹിന്ദു ഐക്യവേദിയായിരുന്നു ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ക്ഷേത്ര മൈതാനം വിട്ടുകൊടുക്കാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയ ഉത്തരവ് ഹാജരാക്കണമെന്ന് സർക്കാരിനോട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഈ മാസം 18-ന് നവകേരള സദസ്സ് നടത്താനുള്ള നീക്കം തടയണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേവസ്വം സ്കൂൾ ഗ്രൗണ്ടാണ് നവകേരള സദസ്സിനായി ഉപയോഗിക്കുന്നത്. എന്നാൽ ക്ഷേത്രവക ഭൂമി ആരാധന ആവശ്യങ്ങൾക്കല്ലാതെ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ക്ഷേത്രം ഭൂമിയിലെ പരിപാടി തടയണമെന്നുമാണ് ഹർജിക്കാർ ആവശ്യപ്പെടുന്നത്. ക്ഷേത്രമതിൽ പൊളിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ടെന്നും ഭക്തർ ആരോപിക്കുന്നുണ്ട്. നവകേരള സദസ്സിനെതിരായ പരാതിയിൽ ഹൈക്കോടതി ഇടപെട്ടിരുന്നു. മൈതാനം വിട്ടു നൽകാൻ അനുമതി കൊടുത്ത ഉത്തരവ് ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. കൊല്ലത്ത് നവകേരള സദസ്സ് വേദിയെക്കുറിച്ചായിരുന്നു പരാതി ഉയർന്നത്. കുന്നത്തൂർ ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രം വക മൈതാനം നവകേരള സദസ്സിന് വേദിയാക്കുന്നതിനെതിരെയായിരുന്നു ഹൈക്കോടതിയിൽ ഹർജി പോയത്. ഈ മാസം 18-നാണ് നവകേരള സദസ്സ് കൊല്ലത്ത് നടക്കുന്നത്. എന്തായാലും ഈ ഹർജിക്കാരുടെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. എന്ത് വിധിയായിരിക്കും ഹൈക്കോടതി പുറപ്പെടുവിക്കുക ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ഏവരും ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, കൊല്ലത്ത് ഇളമ്പള്ളൂർ പഞ്ചായത്ത് കെട്ടിടത്തിൽ നവകേരള സദസ്സിന് മണ്ഡലം ഓഫീസ് അനുവദിച്ചതിനെതിരെയും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റിയുടെ അനുവാദമില്ലാതെയാണ് നവകേരള സദസ്സിന് പഞ്ചായത്ത് കെട്ടിടത്തിൽ ഓഫീസ് തുടങ്ങിയതെന്നും ആരോപണമുണ്ട്. വിഷയത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷാംഗങ്ങൾ രംഗത്തുണ്ട്. ഇളമ്പള്ളൂർ പഞ്ചായത്ത് ഭരിക്കുന്ന LDF ഭരണസമിതി ഏകപക്ഷീയ തീരുമാനമെടുത്തു എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്തായാലും വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൂടി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല, നവകേരള സദസ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ജില്ലകളിലൂടെ ഇപ്പോൾ പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നവകേരള സദസ്സുമായി ഒരുപാട് പരാതികൾ ഉയർന്നിരുന്നു. അതായത് ഈ കുട്ടികളെയൊക്കെ പങ്കെടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധവും വിവാദവുമായതാണ്. കുട്ടികളെ പൊരുവെയിലത്ത് നിർത്തി ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നതിന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. ഒടുവിൽ ഹൈക്കോടതി തന്നെ കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്നൊരു നിർദ്ദേശം നൽകി. അതനുസരിച്ച് സർക്കാർ കുട്ടികളെ ഇനി നവകേരള സദസ്സിൽ കുട്ടികളെ പങ്കെടുപ്പിക്കില്ല എന്ന ഒരു തീരുമാനം ഹൈക്കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പല സംഭവങ്ങളും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതിലൊന്നാണിതും. എന്തായാലും ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ആർക്ക് അനുകൂലമായുള്ള വിധിയാണ് വരിക എന്നത് മണിക്കൂറുകൾക്കകം അറിയാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.